എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൗറീഷ്യസിലാണ്. മൗറീഷ്യസിൽ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, നോർത്ത് ഭാഗത്താണുള്ളത്. സോ എൻ്റെ ഓസ്ട്രേലിയൻ ഫ്രണ്ട് റയാൻ്റെ വീട്ടിൽ വന്നേക്കാണ്. ജസ്റ്റ് അവൻ എന്തോ വീട്ടിൽ നിന്ന് എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേക്കാണ് കേട്ടോ. അവരിവിടെ 1 year ആയിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു പൂളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഡോഗൊക്കെ ഉണ്ട്, പക്ഷേ ഡോഗ് മുകളിൽ എവിടെയാണ് കേട്ടോ. ഇവനറിയാലോ, ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ഒരു ചെറിയ പൂളൊക്കെ അല്ല, കിഡ്സ് പൂളല്ല ഉള്ളത്. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഫുഡ് കഴിക്കണം, ഒന്നും കഴിച്ചിട്ടില്ല. വേറെ എങ്ങോട്ടേലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റയാൻ കൂടെ വന്നിട്ടുണ്ട്. ഹായ്, അവയോ സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഒരു മോളിൽ ഇവിടെ KFC അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മറ്റേത് എന്താ പറയുക, ഒരു ഡോണർ കെബാബാണ് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് റോള് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ലാമ്പിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പ്ലാൻ ആക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. എൻ്റെ ക്യാമറേൻ്റെ സ്റ്റിക്ക് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്റ്റിക്ക് കേട് വന്ന്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിതാ വി ആർ ഇൻ ക്യാപിറ്റൽ സിറ്റി, പോർട്ട് ലൂയിസ്. ഞാൻ പറയുന്ന പോർട്ട് ലൂയിസും അവൻ പറയുന്ന പോർട്ട് ലൂയിസ് ഡിഫറെന്റ്. ഹൗ ടു പ്രൊനൗൺസ്? പോർട്ട് ലൂയിസ്. പോർട്ട് ലൂയിസ്. പോർട്ട് ലൂയിസ്. പോർട്ട് ലൂയിസ്. ലൂയിസ്. നമ്മളെന്ത് പറഞ്ഞാലും അടിയാ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ആക്സെന്റ് അത് ഇത് ഡിഫറെന്റ് അല്ലേ? ബട്ട് ഐ ലൈക്ക് യുവർ ആക്സെന്റ്. ഗുഡ്. സോ നമ്മളിതാ ഓൾമോസ്റ്റ് ക്യാപിറ്റൽ സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ എല്ലാ രാജ്യത്തും പോയിട്ട് നമ്മൾ അവിടുത്തെ മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ആണെങ്കിലും അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഇവിടെ കുറേ ബസ്സുകൾ പോകുന്നത് കണ്ടു കേട്ടോ. എനിക്ക് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇവൻ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കാറിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള ബസ്. അത് എന്താ പറയുക, മറ്റേ നമ്മളെ ശ്രീലങ്കയിലൊക്കെ ഉള്ള പോലത്തെ ബസ്സാണ്. ഞാൻ ശ്രീലങ്കയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബസ്സൊക്കെ എടുക്കാറുണ്ട്. അതുപോലത്തെ ഒരു ടൈപ്പ് ബസ്സൊക്കെയാണുള്ളത്. ഇവിടെ കണ്ടോ, ഇപ്പോൾ സിറ്റി എത്തിയപ്പോൾ ഭയങ്കര ബിസിയായി, വഴിയിലൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഭയങ്കര ക്ലീനാണ്, അതെടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ രാജ്യം. കാരണം ഭയങ്കര ക്ലീനാണ്, ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്. ആക്ച്വലി നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ അവരോട് സംസാരിക്കും, നമ്മൾ വീഡിയോ എടുക്കൂലല്ലോ. നമ്മൾ ആ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അവരോടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇവനാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് സംസാരിക്കും, അപ്പം ഞാനും അവരുടെ അടുത്തൊക്കെ സംസാരിക്കും. അപ്പോൾ അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഹിയർ പീപ്പിൾ ആർ റിയലി ഫ്രണ്ട്ലി, റൈറ്റ്? കാരണം എല്ലാവരും ഭയങ്കര അടിപൊളി ഫ്രണ്ട്ലി ഒക്കെയാണ്. സോ നമ്മളിങ്ങനെ മാർക്കറ്റെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയൊക്കെ കുറേ മോൾസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റിയിലാണെങ്കിൽ പോലും പോകുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ മൗണ്ടെയിൻസ് ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് ഭയങ്കര രസമാണ് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് മൗണ്ടെയിൻസ് കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ സമ്മർ ടൈമാണിപ്പോൾ. പിന്നെ ഇവിടെ ഒരു ട്രോപ്പിക്കൽ വെതറാണ്, നമ്മളെ നാട്ടിലെ പോലെ തന്നെ സെയിം ഒരു വെതറാണുള്ളത്. പക്ഷെ സ്കൈ ഭയങ്കര രസമാണ് കാണാൻ. അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മളിത് ആ മാർക്കറ്റിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇത് എന്ത് ക്ലീനും നീറ്റും നോക്ക്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഫുൾ കളർഫുള്ളൊക്കെ ആയിട്ട് കുറേ മറ്റേ കൊടേൻ്റെ ഇതെല്ലാം വെച്ചേക്കുന്നത്. നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ അതിനൊരു തണലും ആവും. അത് കാണാനും ഭയങ്കര നൈസാണ്. ഇവിടെയൊക്കെ നോക്ക്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം പോലും ഇല്ല. എല്ലാവിടെയും നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഡസ്റ്റ്ബിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീക്കെൻഡെല്ലാം ആയിരുന്നെങ്കിൽ നല്ല ക്രൗഡായിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡൊന്നുമില്ല. കണ്ടോ, ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം, ചാറ്റ് ഇതാക്കാം. ഇതേ മറ്റേ കണ്ണുണ്ടല്ലോ, അത് മറ്റേ കണ്ണ് ഇവൻ്റെ ഭയങ്കര വേറെ വൈറ്റല്ല എന്തിനാ പറയുക, ഒരു മാറി ഗ്രീനിഷ് കളറാണ് അവൻ്റെ കണ്ണ്. അതേപോലെ ഇന്നിങ്ങനെ കപ്പിൾസായിട്ടൊക്കെ കണ്ണിൻ്റെ സംഭവം എല്ലാം ചെയ്യും. അങ്ങോട്ട് പോകാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് എനിക്ക് പനാമ പോലെ തോന്നുന്നു. ഇങ്ങനെ ബോട്ടും എല്ലാം ആയിട്ട് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് കൂടെ ഞാൻ ഇങ്ങനെ നടന്നിട്ടുണ്ട് പനാമയിൽ. ആ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം. ഇതേപോലെ സെയിമാണ്. ഈ നമ്മൾ കുറേ കൺട്രി ട്രാവൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കൺട്രി കാണുന്ന സമയത്തും ഓക്കെ ഇത് ആ കൺട്രി പോലെ ഉണ്ട്, ഈ കൺട്രി പോലെ ഉണ്ട്. ഒരു രാജ്യത്ത് തന്നെ നമ്മൾ പല രാജ്യങ്ങളും കാണും. അതുപോലെ തന്നെ ഇന്ത്യേൻ്റെ പല ഭാഗങ്ങളും ഞാനിങ്ങനെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ കാണും. കാരണം നമ്മൾ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റും ഈ ഓരോ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടാണ് പല സമയത്തും ഉണ്ടാവാറ്. നമ്മൾ മാർക്കറ്റിന് അങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറേ ചെരുപ്പുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയയാണ്. പക്ഷെ എത്ര ക്ലീനായിട്ടാണ് വെച്ചിട്ടുള്ളത്.
ഈവൻ ഇങ്ങനത്തെ മാർക്കറ്റ് ഏരിയ ആണെങ്കിൽ പോലും ഭയങ്കര ക്ലീനാണ്. Maybe we go there or it's an entry or exit? Entries up here. Okay. എൻട്രി അപ്പുറയാന്ന് തോന്നുന്നു, ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ളൊരു എൻട്രി. ഹായ്, നല്ല രസമുള്ള കളർഫുൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഫുള്ള് ബാഗ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. നല്ല രസമുണ്ട് കാണാൻ. ഓ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിനി ഇന്ത്യ. ഹായ്, മിനി ഇന്ത്യ എന്ന് പറയണം കേട്ടോ. ഇതെല്ലാം നമ്മളെ നാട്ടിലെ ഫുള്ള് കൃഷ്ണനും ശിവനും ഗണപതിയും ഹനുമാനും എല്ലാം ഇതെല്ലാം ഇന്ത്യൻ്റെ സംഭവം. ഇന്ന് ഹോളി ആയിട്ട് ഹോളീൻ്റെ സെലിബ്രേഷൻ വല്ലതും ഉണ്ട് ഇവിടെ. നാട്ടിൽ ഹോളിയാണല്ലോ. കണ്ടാ, പൊട്ട് സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ സെയിം. ദിസ് ഷോപ്പ് ഈസ് മിനി ഇന്ത്യ. ദിസ് ഷോപ്പ് is all yeah, even this. കണ്ടാ, ഇതെല്ലാം അതേപോലെ തന്നെയുള്ള നമ്മളെ നാട്ടില് വാരണാസിയിൽ എവിടെയോ പോയ ഒരു ഫീലാണ് എനിക്ക്. ഇവിടുത്തെ ഡ്രസ്സെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ കൂടെ നടന്നിട്ട് എനിക്ക് ബാർഗെയിൻ ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം മേടിക്കാൻ തോന്നുട്ടാ കാണുന്ന സമയത്ത്. ഞാൻ ജസ്റ്റ് ഇതേപോലത്തെ സെയിം ഒരു ഷോർട്സ് മേടിച്ച്, ഇതേപോലത്തെ ഷോർട്സ് മേടിച്ച്, പിന്നെ ഒരു ടോപ്പ് മേടിച്ച്, പിന്നെ കയ്യിലിടുന്ന സാധനം ഇതാണ്ടോ ഈ അറ്റത്തുള്ള അതാണ് ഞാൻ മേടിച്ചത്. ഫുൾ ഒടുക്കത്തെ റേറ്റ് പറയുന്നത്. ഇവനെ കണ്ടിട്ടാണ് അവിടുന്ന് വേറെ മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പ് ഇലകളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് മല്ലിയിലല്ല, അതുപോലത്തെ ഒരു സാധനം, അതിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഇത് നമ്മളെ ഒരു ചേമ്പിൻ്റെ തണ്ടോ അങ്ങനെ എന്തോ ആണല്ലോ. ഇവിടെ റുപ്പീസാണേ, അതാണ് ഈ RS ഇട്ടേക്കുന്നത്. 25 ഉള്ളൂ ഒരു കെട്ടിന്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇത് കഴിക്കുമോയെന്ന് എനിക്കറിയില്ല. അറിയെങ്കിൽ കമൻറ്റ് ഇട്ടേ. മറ്റേ താളിൻ്റെ ഇല മറ്റേ വെള്ളം തട്ടി നിൽക്കുന്നത്, അത് നമ്മുടെ നാട്ടിൽ വലുതാണ്ടാവും. ഇത് ചെറുതാണ്, ഇത് അവർ കഴിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് ലെക്റ്റ്യൂസ്, ഫ്രഷ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാം. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനം അവൻ്റെ വീട്ടിൽ കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അവൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് എന്തോ സാധനം അറിയില്ല, നല്ല സ്മെല്ലുണ്ട്. പിന്നെ അവനൊരു ടീഷർട്ട് അവന് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇവൻ്റെ കൂടെ അറിഞ്ഞിട്ട് എൻ്റെ ബാർഗിൻ സ്കില്ലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇതൊക്കെ മത്തൻ, വലിയൊരു മത്തന് 25 ഉള്ളൂ. എന്ത് നീളം അത്, ഭയങ്കര വലുത്. അത് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുക. അത് അവിടെ കാണുന്ന മത്തൻ വേറെ തന്നെയാണ് കേട്ടോ. നോക്കുതേ, ഇതെന്താ മത്തനാണോ? ഇത് എന്ത് ഷേപ്പാ? ഇതെങ്ങനൊരു മത്തൻ കണ്ടിട്ടില്ല. കാണാൻ നല്ല രസമുണ്ട്. കുഞ്ഞ് മത്തൻ, ചെറുത്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല എന്തോ ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നുണ്ട്. ഓ, അതിന് വിലയുണ്ട് കേട്ടോ. 100, 150 ഉണ്ട്. ഈ വലിയ മത്തിന് നമ്മുടെ നാട്ടിലെ പോലെ നോർമൽ മത്തിന് 25 ഉള്ളൂ. സലാഡ് ഉണ്ടാക്കുന്ന എന്തോ ഇലയാന്നാട്ടോ പറഞ്ഞത്. വാട്ടർ ക്രാസ്, വാട്ടർ ക്രസ്റ്റ്, അങ്ങനെ എന്തോ ഇതിന് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. അതാണ്, ഇതുപോലെ നമുക്ക് മാർക്കറ്റ് വരുമ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. നല്ല വലിയ അവക്കാഡോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ എന്തോ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇത് കുടിക്കാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം പാക്കറ്റിലെല്ലാം ആക്കി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കസ്കസ എന്തൊക്കെ ഇടുന്നുണ്ട് അതിൽ. മിൽക്ക് ഷേക്കാന്ന് തോന്നുന്നു. ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സൈഡിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഡ്രസ്സ് പിന്നെയും ചീപ്പായി കിട്ടിയാണ്. നമ്മളവിടുന്ന് ഞാൻ മേടിച്ചതെല്ലാം 1500 എല്ലാം ആയിട്ടുണ്ടായി. എന്ന് വെച്ചാൽ ഇവിടുത്തെ മൗറീഷ്യൻ പൈസ എന്ന് വെച്ചാൽ അത് നല്ല കൂടുതലാണ്. നമ്മളെ നാട്ടിലെ 1500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ഒക്കെ ഇന്ത്യ റുപ്യ അത്രയെല്ലാം ആവൂട്ടാ. ജസ്റ്റ് നോക്കി നടക്കുന്നിപ്പോൾ. ഓൾറെഡി മേടിച്ച് വേറെ എന്താ കിട്ടാന്നുള്ളത് നോക്കുന്നു. ഇവിടെ ഇതാ കുറേ എന്തായാലും പറയാ, പ്രാവ്, നിറയെ പ്രാവിനെ കാണാം കേട്ടോ. Yeah. It's a dog? Yeah, you like. അവൻ്റെ വീട്ടിലുണ്ട് ഡോഗ്. ഞാൻ പോയപ്പോൾ വേറെ എവിടെയോ ആയിരുന്നത്, അതുകൊണ്ട് അതിനെ കാണാൻ പറ്റാഞ്ഞു. അവിടുന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങി എങ്ങോട്ടാ പോണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ, വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, ഒരു 2:45. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇനി പോകാനുള്ള സ്ഥലങ്ങൾ, വാട്ടർഫോള് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് കാണാൻ പറ്റില്ല, നെക്സ്റ്റ് ഡേ പോകാമെന്ന് ചോദിക്കും. പക്ഷെ എങ്ങോട്ടാണെന്നൊന്നും ഇല്ലാണ്ട് ചുമ്മാ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രി ഒരു ഫുൾ ടൂറിസ്റ്റിക് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇവിടെ അങ്ങനെ വില്ലേജസോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റുന്ന അങ്ങനെയല്ല. ശരിക്കും ഇത് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ആഫ്രിക്കൻ വില്ലേജസ് പോലെയൊന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഔട്ടറിലാണ്, അതായത് മൗറീഷ്യസിൻ്റെ ഔട്ടർ ഏരിയയിലൂടെയൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ റോഡ് കണ്ടില്ലേ, വഴിയിലൊന്നും അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ റോഡും എന്താ പറയുക, ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു ലാൻഡ്സ്കേപ്പൊക്കെയാണ്.
അങ്ങനെ വില്ലേജസ് ഒന്നുമില്ല. അങ്ങനെ ടൗണുള്ള ഏരിയയിൽ മാത്രം നമ്മളെ കേരളത്തിലൊക്കെ പോലെ വലിയ വലിയ വീടുകളാണ്. പക്ഷെ കേരളത്തിൽ പിന്നെയും ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും ഒരുപാട് വില്ലേജസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രോപ്പർ വില്ലേജസ് പോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനത്തെ റോഡ്സ് ആണ്. ഈവൻ ഇവിടെ കണ്ടോ റോഡ്സിലൊക്കെ ക്യാമറ ഉണ്ട്. ഇവിടുത്തെ എന്താ പറയുക സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പ്രോപ്പറായിട്ട് പാലിക്കുന്നുണ്ട്. ആണല്ലോ എല്ലാവിടെയും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കാണാൻ നൈസാണ്. പിന്നെ അത്ര അധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു കൺട്രിയാണ്. എനിക്കറിയില്ല, പൊതുവേ നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊന്നും മൗറീഷ്യസിലേക്ക് വരുന്നില്ല. എനിക്ക് 35,000 രൂപയൊക്കെയാണ് ആയിട്ടുള്ളത്. ലൈക്ക് എന്താ പറയുക അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന്. അപ്പോൾ ഒരുപാട് പൈസയൊന്നുമല്ല. നമ്മൾ ഏഷ്യയിലേക്ക് ഒരുപാട് പോകുന്നു, അല്ലെങ്കിൽ ജോർജിയ, ആർമേനിയ, അസർബൈജാനിലേക്കൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. പക്ഷെ അതുപോലെ ആരും ഇങ്ങോട്ട് ഈ മൗറീഷ്യസിലേക്ക് ഒരുപാട് വരുന്ന കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അധികം വരുന്നില്ലെങ്കിൽ പോലും യൂറോപ്പിൽ നിന്നും അങ്ങനെ യൂറോപ്പിലൊക്കെ ഇങ്ങനെ വിൻ്റർ ആവുന്ന സമയത്തൊക്കെ അവർ ഇങ്ങോട്ട് നല്ല പോലെ വരും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു കൺട്രി എന്താ പറയുക കൾച്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരിക്കും ഭയങ്കര ഇന്ത്യനായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ളതാണ്. അത് ആ കാണുന്നതാണ് ഇവിടുത്തെ ബസ് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ കുറേ കാണാം. അതാണ് ഇവിടുത്തെ ഒരു കൈൻഡ് ഓഫ് അല്ല ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് ഇവിടുത്തെ അങ്ങനത്തെ ടൈപ്പ് ബസ്സെല്ലാണ്. ഇവിടുന്ന് ഹോളി ആയിട്ട് ഇവിടെ ഫോളിന്റെ ആഘോഷം ഉണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു ഇന്ത്യയിൽ ഇത് ഹോളി ആയിട്ട് ഇവിടെ ആഘോഷം ഉണ്ടാവൂലേ, കുറേ സംഭവങ്ങൾ ഇവരുടെയൊക്കെ, അതായത് ഇവരുടെയൊക്കെ ഒരു 80% ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ. അതേ റോഡിലൊക്കെ കളർ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര നേരം ഉണ്ടായി, അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല. അവന്റെ അമ്മേനെയും അച്ഛനൊക്കെ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് എവിടേക്കാ പോവാന്ന് അറിയാണ്ട് ഇങ്ങനെ വന്നപ്പോ ഇതാ ഇവിടെ നോക്ക്, നമ്മളെ നിലമ്പൂരൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലം, മരമെല്ലാം വെട്ടിയിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് നടക്കാനൊക്കെ പോകാൻ പറ്റുന്ന ഫുൾ പൈൻ ട്രീസ് ഇല്ലേ, നമ്മളെ ഊട്ടിയിലൊക്കെ, ഊട്ടി കൊടൈക്കനാലിലൊക്കെ ഉള്ള പൈൻ ട്രീസ് അതുപോലത്തെ ഒരു സ്ഥലമുള്ളേ. നമ്മൾ ചുമ്മാ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കേട്ടോ. Hey, what do you do in Australia before? Arborist. So cut the trees down. Cut the trees? Like this. How you will do that? With a chainsaw. Okay, it's a modern technology, right? Yeah. In India, we just go there without equipments, then there's cut. Easy, seriously. But you go like with all equipments, right? Yeah, harness and everything, yeah. Yeah, like full safety. Yeah, full safety. Nothing gonna happen. Yeah. ഇവൻ ഈ മരം വെട്ടുന്നതാണ് അവൻ്റെ പരിപാടി ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയിൽ ഉണ്ടായ സമയത്ത്. ഇപ്പം അവനൊന്നും ചെയ്യുന്നില്ല. So when you go to South Africa, what you will do? The same thing. The same thing? Trees, maybe. Yeah, or excavator. How you will find that job? Oh, there's lots of work there. Oh, lots of work. Yeah. Okay, cool. Lots of trees. Yeah, it's not easy to get. Yeah. But when you are in Australia, it's easy, right? Yeah. But you are not going back to Australia, right? No. Done with Australia. Done with Australia. Oh, okay. Yeah, he have Australian passport and UK passport, but he's not going back there. Give me that my passport to me. I can use. It's easy to travel then. Yeah. Did you ever been to UK? No? You have UK passport, but you never been to. That's really cool. അവന് UK പാസ്പോർട്ടുണ്ട്, പക്ഷെ അവൻ UK ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മയും അച്ഛനൊക്കെ ഓസ്ട്രേലിയ എല്ലാ വീടും എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഇപ്പോൾ ഓരോ കൺട്രിയിൽ ഇങ്ങനെ പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവരിങ്ങനെ കുതിരേനായിട്ട് വരും, ഓടാനും നടക്കാനും അങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഫുൾ ഭയങ്കര പീസ്ഫുൾ, മരവും പിന്നെ എന്താ പറയുക സൗണ്ടാണെങ്കിലും കിളികളുടെ സൗണ്ടാണ് മൊത്തം. ഞാൻ ഇത്ര നേരം അവൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവൻ്റെ വീട്ടുകാരുടെ കൂടെ എല്ലാം സംസാരിച്ചിരിക്കുമായിരുന്നു. ഇവനെക്കാട്ടിൽ അടിപൊളിയാണ് ഇവൻ്റെ വീട്ടുകാർ. പക്ഷെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല. അവരിങ്ങനെ വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമില്ല. അതാണ് അടിപൊളി സൺസെറ്റ് എല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എങ്ങോട്ടാന്നൊന്നുമില്ല, എങ്ങോട്ടോ പോകുന്നു. വൈകുന്നേരം ആയപ്പോൾ നോക്ക് ഞാനിങ്ങനെ ഒരു ബീച്ചിൽ വന്നേക്കാം. ഒരു ബീച്ച് എന്ന് പറയണ്ടേ ഇവിടെ എവിടെ നോക്കിയാലും ബീച്ചാണ്. ഹായ്, ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. വാവ്, അവിടെ നല്ല അടിപൊളി സൺസെറ്റ് കഴിഞ്ഞു. എന്ത് രസമായിരുന്നു എന്നറിയോ, അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്ന്. ഭയങ്കര അടിപൊളി ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിങ്ങനെ പറഞ്ഞു അവരാണ് ട്രാവലേഴ്സ്, കാരണം അവിടുത്തെ നാടെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ മീൻ ഇതാക്കാനുള്ളതൊക്കെ ഉണ്ട്. ഹായ്, ഹൗ ആർ യു? ഓ, ഇറ്റ്സ് സ്ലിപ്പറി. ഓ, ഓക്കെ 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 ഓക്കെ
Oh, sorry. Thank you. It's slippery. Thank you. Oh, that's why they put like this. Oh, sorry. Thank you. ഞാനിപ്പോ നേരെ അങ്ങ് വഴിക്ക് അങ്ങോട്ട് പോയേനെ. Thank you. Did you get the fish? Oh, okay. A small fish? Okay. Oh, this is really small. ഇത് നമ്മളെ നാട്ടിലെ പരൽമീനില്ലേ, അത്ര ഉള്ളൂ കേട്ടോ. കണ്ടോ, ചെറിയ മീന്. അതവര് കഴിക്കുവോ, അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാട്ടോ. സോ യു ഈറ്റ് ദിസ് സ്മോൾ ഫിഷ്? This small fish. The small fish you eat. This is very small. Oh, you got crab? Oh, no. Yeah. Put it in the bucket. No, you will kill the fish. Then put it Oh, okay. Put in this one. You eat this? The crab? Soup. Small bucket. You make a soup? Yeah. Okay. Oh, but it's just only one. It's bland. Yeah. But the flavor will be good, right? When they make the soup. Yeah. അത് ഓടി കളിക്കുന്നോക്ക്. നല്ല രസമുള്ള ക്രാബ്, നല്ല അടിപൊളി കളറുള്ള ക്രാബാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നവരൊരു ചിൽ ലൈഫാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുക നമുക്ക്. ഉണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു, കള്ള് കുടിച്ച്. അപ്പോൾ ഇവിടുത്തെ ഈ കല്ലിന് തന്നെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ ഈ കല്ല് കണ്ടോ, കല്ലിൽ വേറെ എന്തോ സംഭവമാണ് കണ്ടാ. ഇത് മറ്റേ കോറൽസ് ഇല്ലേ, കോറൽസാണ് ഇവിടെ കാണുന്നത്. നോക്ക് കണ്ടാ, മൊത്തം ഇങ്ങനത്തെ കോറൽസ് കാണുന്നത്. എൻ്റെ കയ്യിലൊക്കെ കിടക്കുന്ന പോലത്തെ സാധനങ്ങൾ അതെവിടെ കാണുന്നത്. ഇങ്ങനെ സാൻഡേപ്പാടുള്ള വെള്ളമാണ്. അവരെന്താ കൊത്താൻ വേണ്ടിയിട്ട് ഇടുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു പയ്യനാണ് കേട്ടോ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്ക് കൊടന്ന് തന്നെയാണ് കേട്ടോ ഇത്. ആ ഗുഡ്. ഇത് എൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന അതേപോലത്തെ സാധനം, നമ്മളെ ശംഖ്. ആ കൊള്ളാം. ഈ ബീച്ച് കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ തിരമാലയൊന്നുമില്ല. ശരിക്കും അത് ബീച്ച് ഇങ്ങനെ ഉറങ്ങുക, റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയും ഒരു വേവ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൂളായിട്ട് കിടക്കുന്നു. എവിടെ നോക്കിയാലും അങ്ങനെ. ഇവിടെയുള്ള എല്ലാ ബീച്ചിലും അങ്ങനെ തന്നെ. അങ്ങനെ സർഫിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത നോർമൽ ബീച്ച്. അതായത് സാധാരണ ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര തിരമാലയായിരിക്കില്ലേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ കൂളായിട്ടുള്ള ബീച്ചസാണ്. ഇവിടെ നോക്കി ഈ ഒരു ഗെയിം അവരെല്ലാവരുടെയും കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഈസി അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അവരിങ്ങനെ അളന്നൊക്കെ നോക്കും കേട്ടാ, എങ്ങനെയാണ് കളിച്ചത് എന്താന്നൊക്കെ ഉള്ളത് കണ്ട. ഈ ഒരു റിങ് ഉണ്ട്, ഈ റിങ്ങിൽ നിന്നിട്ടാണ് അവർ ഈ ഒരു സംഭവം കളിക്കുക. എനിക്കൊന്നും എല്ലാവരും ഉണ്ട്. അത് പിടിക്കുന്ന എങ്ങനെയാണ്, പിടിക്കുന്നതിന് എന്തോ രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ടച്ച് ചെയ്തില്ല, അങ്ങനെ എന്തോ ടച്ച് ചെയ്യുന്നൊരു ഗെയിമൊക്കെയാണ്. 2 വട്ടം ചെയ്യാം, 2 എണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെയാന്ന് തോന്നുന്നു. നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അവനിത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്, അവന് ക്രേവിങ്സാന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രോൺസ്, എന്തൊക്കെയോ ഒരു ടൈപ്പിലെ പ്രോൺസും സാലഡും ആണുള്ളത്. പിന്നെ ഞാൻ ഫിഷാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്ട്. The picture I saw, that's what I expect in the menu. You also same, right? Yeah. When it came, I was confused. It's like steak or something, another food. Yeah, it's all You thought all potatoes. I was like, where's the fish? He was searching the fish. But I got it's a fish, but I think it's a really different fish. It's mahi mahi. Mahi. Mahi mahi. They call it Derudo here, or people call it dolphin fish as well. Dolphin fish, I don't know which one. You see, it's with the rosemary and the potatoes. Luckily, I didn't get the French fries. I don't like French fries, but I like potatoes. Yeah. So, what is this? Don't know. You don't know? Okay. എന്താന്ന് എനിക്കും അറിയില്ല. അതാണ് ഇപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇന്നലെ നമ്മൾ പിന്നെ എന്നെ റൂമിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കിടന്നുറങ്ങി. കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് നമ്മളിപ്പോൾ വേറെ സൗത്ത് സൈഡിലേക്ക് പോവാണ്. നമ്മളുള്ളത്, അവൻ താമസിക്കുന്നു, ഞാൻ താമസിക്കുന്നത് ഭയങ്കര നോർത്തിലാണ്. സോ നോർത്ത് നമ്മൾ സൗത്തിലേക്ക് പോവാണ്. അതായത് ഈ കൺട്രീൻ്റെ ഒരറ്റത്തുനിന്ന് ആ അറ്റത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൗത്ത് ഭാഗത്തേക്ക്. എനിക്ക് തോന്നുന്നു നല്ല ദൂരമുണ്ട് ഇവിടുന്ന്.
ഇപ്പം ഇനിയും എന്താ 1 മണിക്കൂറും 14 മിനിറ്റൊക്കെ കാണിക്കുന്നുണ്ട്. 61 കിലോമീറ്റർ ഉണ്ട്. ആകെ അറ്റം മുതൽ ഈ അറ്റം വരെ അത്ര കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് മൊത്തം നമ്മൾ പോവാണെന്ന്. ഇവിടെ ഒരു എന്താ പറയുക, വാട്ട്സ് ദ പ്ലേസ് നെയിം, എർത്ത് ഓൺ ദ പ്ലാനറ്റ്? Seven colored Earth. ഓക്കെ, 7 colored Earth. ഓക്കെ, 7 colored Earth എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു 7 കളറായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ എന്തൊക്കെയോ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ ഒരു 10 ദിവസം ഞാൻ ഈ മൗറീഷ്യസ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ കോർണറും കാണും, ഈച്ച് ആൻഡ് എവറി പ്ലേസും കാണും. കാരണം അത്ര ചെറിയ കൺട്രിയാണ്. സാധാരണ ഇങ്ങോട്ട് ടൂറിസ്റ്റായിട്ടൊക്കെ വരുന്നത് ആൾക്കാർ റിലാക്സ് ചെയ്യാനല്ലാണ്ട് ജസ്റ്റ് ടൂറിസ്റ്റായിട്ട് കാണാൻ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു 3-4 ഡേയ്സ് ആൾക്കാർ മാക്സിമം സ്പെൻഡ് ചെയ്യുള്ളൂ. അല്ലാത്ത ആൾക്കാരാണ് ലൈക്ക് 1 മന്ത് അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാറ്. ഞാൻ എന്തായാലും 10 ഡേയ്സേ ഉള്ളൂ. പക്ഷെ 10 ഡേയ്സിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് കാണാൻ പറ്റും. ഇപ്പോൾ ഉണ്ട് പോകുന്ന വഴിക്കാണെങ്കിൽ പോലും ഒരു വില്ലേജോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം. കൃഷി ഇവിടെ മെയിനാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ കൃഷി, കരിമ്പിൻ്റെ കൃഷി, അങ്ങനത്തെ ഓരോ കൃഷികളാണ് നമുക്കിവിടെ മോസ്റ്റ്ലി കാണാൻ പറ്റുക. അല്ലാണ്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങളും വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരറ്റത്തുനിന്ന് ആ അറ്റം വരെ പോകുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടോ വഴിയിൽ അതെല്ലാം നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വിശക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടിയാൽ അതും കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഫുഡ് ഇനി എന്താണ്, അവന് ബർഗർ കിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് വേണ്ട. എനിക്കങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കാനൊരു വലിയ താല്പര്യമില്ല. അപ്പോൾ ഓൺ ദ വേയിൽ എന്തെങ്കിലും ലോക്കൽ ഫുഡോ ഇപ്പോൾ ഓൺ ദ വേ കണ്ടോ ഒന്നുമില്ല. ജസ്റ്റ് മലയും കാടും റോഡും കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ആക്ച്വലി ഈ പോകുന്ന വഴിയിലൊന്നും കാണാനായിട്ട്. പോകുന്ന വഴി നോക്ക്, നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും ബോറടിക്കൂല. കാരണം അത്ര അടിപൊളി സ്ഥലമാണ്. മൊത്തം ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. എനിക്ക് ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന വഴിക്ക് ഉണ്ടാവും മൊത്തം മൗണ്ടെയിൻസ് ആണ് കാണുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഈവൻ ചെറിയൊരു മഴയൊക്കെ പൊടിയുന്നുണ്ട്. ബാക്കിയുള്ള ബീച്ച് സൈഡിലൊക്കെ കൂടുതലും മഴയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം മഴയെല്ലാം കൂടുതൽ കാണുന്നുണ്ടാ. ലൈക്ക് മഴയും അങ്ങനെ ആ ഒരു ഗ്രീനറി എന്നൊക്കെ നമുക്ക് എന്ത് രസാ നോക്കിക്കേ. മൊത്തം മൗണ്ടെയിൻസ് ആണ് കേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ ഏതൊക്കെയോ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ട്രക്കിങ്ങിനൊന്നും അങ്ങനെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. മോസ്റ്റ്ലി എല്ലാ ട്രക്കിങ്ങും ഫ്രീ ആയിട്ടുള്ള ട്രക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ മൗറീഷ്യസ് അത്ര ചീപ്പൊന്നുമല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. ചീപ്പാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇന്നലെ രാത്രി നമ്മൾ ആ കഴിച്ച ഫുഡില്ലേ, അത് അവനാണ് പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇന്ത്യൻ റുപ്പി ഓൾമോസ്റ്റ് 6000 രൂപ വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും പൈസ ആയിട്ടുണ്ട് ജസ്റ്റ് നമ്മളൊരു 2 ഫുഡ് കഴിച്ചപ്പോഴേക്കും. ഈവൻ നമ്മൾ ഡ്രിങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കി കാണുന്ന ഫുള്ള് വാഴയാണ് കണ്ടോ. അത് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളത്. ഇങ്ങോട്ടൊക്കെ കണ്ടോ മൊത്തം മൗണ്ടെയിൻസ് തന്നെയാണ് കാണുന്നത്. ഷാർപ്പായിട്ടുള്ള ഓരോ മൗണ്ടെയിൻസ്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല ക്ലീനും നീറ്റും ആണ് കേട്ടോ. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ അബാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഞാനൊരു വാട്ടർഫാളിലൊക്കെ പോയിട്ടുണ്ടായില്ലേ, ആ ഒരു ഏരിയ ആണിത്. വീടുകളാണെങ്കിലും കണ്ടോ മൊത്തം ക്ലീനും നീറ്റുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതിനിത് പെർഫെക്റ്റ്. എനിക്ക് ആകെ ഒരു പ്രശ്നം ഇവിടുത്തെ വെയിൽ മാത്രമാണ്. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കവറൊക്കെ ഇരുന്ന് നടന്ന് കാറ്റൊക്കെ അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പം കാറിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ആവശ്യത്തിന് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. കേട്ടോ നോക്ക്, ശരിക്കും ഇത് യൂറോപ്പിലെ ഏതോ ഒരു കൺട്രി പോലെയാണ്. പക്ഷെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് ഫ്രണ്ട്ലി അല്ല, പിന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പെർഫെക്റ്റാണ്. അതുകൊണ്ട് അതാണ് ഇവിടുത്തെ ലോക്കൽ ബസ് കേട്ടോ. അതിൽ ഇതുവരെ കയറിയിട്ടില്ല. ഇവിടെ ബിരിയാണി ഉള്ളതുണ്ട്. ഇപ്പം ഞാൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള മറ്റേ കൊൽക്കത്ത ബിരിയാണി പോലെ ഉണ്ട്. ഞാനിവിടെ ബിരിയാണി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ പാർസൽ മേടിച്ച് അവൻ സൂഷിയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. സാൽമൺ സൂഷി. യു ലൈക്ക് സാൽമൺ? സാൽമണിൻ്റെ എല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ്. സാൽമൻ്റെ സൂഷി 6 3 എന്തോ 2 സെറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളത് റെഡി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവൻ്റെ കണ്ണുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് കളറെല്ലാം മാറും. ഇടയ്ക്ക് ഗ്രീൻ ആവും, ഇടയ്ക്ക് ബ്ലൂ ആവും, ഇടയ്ക്ക് വൈറ്റ് ആവും. ഇതാണ് അവൻ്റെ സൂഷി. ഇതിന് എന്താ വില എന്നറിയോ? ഹൗ മച്ച് ഇറ്റ് ഈസ്?
€12 or €15. 1500 രൂപ. എൻ്റെതിന് ചീപ്പാണ്. ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള എന്താ ഇഞ്ചിയാന്ന് പറയണത്. മീൻ പോലെ ഇരിക്കുന്ന ഇഞ്ചി, ഇത് ചില്ലിയാന്ന് പറയുന്നത്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. അവൻ്റെ സൂഷി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എല്ലാം പച്ച ക്രാബ്, പച്ച ഇത്, ഒരു ടൈപ്പ് സ്റ്റിക്കി റൈസും. പക്ഷെ കൊള്ളാം. സോസൊക്കെ കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ബിരിയാണി better you use the fork is better. ഇവിടെ ഞാൻ എന്താ ബിരിയാണി സ്പൂൺ വെച്ചേക്കുന്നു. ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കൽ ഈസി അല്ല. ഇത്ര നേരം നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇങ്ങനെ ഗ്രീനറി ഉള്ള ഏരിയയിലൊക്കെ ഫുള്ള് മഴയാണ് വേണ്ട. പക്ഷെ ഇവിടെ മൊത്തം പച്ചപ്പാണ്. പോകുന്ന വഴി ചില സ്ഥലമൊക്കെ കാണുന്ന സമയത്ത് നമ്മളെ വയനാടൊക്കെ മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ളത്. മൊത്തം കാടും മലയും പിന്നെ ചുരവും അങ്ങനെ മൊത്തം ഇങ്ങനെ കേഴ്സ് ആയിട്ടുള്ള റോഡാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 750 പൈസ ഇവിടുത്തെ മൗറീഷ്യൻസ് റുപ്പീസാണ് വരുന്നത്. അപ്പം മൗറീഷ്യൻ റുപ്പീസ് 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ലൈക്ക് എത്ര എന്താ പറയുക, ഒരു 1600 ഇന്ത്യൻ റുപ്പി അത്രയെല്ലാം വരും കേട്ടോ. ഇന്ത്യൻ റുപ്പി. ഇതാണ് ടിക്കറ്റ്. എനിക്ക് വന്നത് 750 റുപ്പീസാണ് ഇവിടുത്തെ പൈസ. നമ്മളെ നാട്ടിലെ പോലെയല്ല, നല്ല റേറ്റ് ഉണ്ട്. ഇവന് വന്നത് 350 കാരണം ഇവനിവിടെ റെസിഡൻസിന് ഉണ്ടാവും. റെസിഡൻറ്റ് അഡൽട്ട്, നോർമൽ അഡൽട്ട്. അപ്പോൾ റെസിഡൻറ്റിന് കുറച്ച് പ്രൈസ് കുറവാണ് വരുന്നത്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവാം. ഇത് ഇവിടുത്തെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള വാട്ടർഫാളാണ്. 2 വര പോലെ കാണുന്നുള്ളത്. വെള്ളം കുറവാണ്. ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും വെള്ളം കുറവാണ്. പക്ഷെ നല്ല ഹൈറ്റിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ ഒരു പകുതി ഭാഗമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനും താഴേക്കുണ്ട്. അവിടെ പക്ഷെ മരം കാരണം മൂടിയേക്കുക. കാരണം അത്രയും ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മഴയുള്ള സമയത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാവുന്നു. പക്ഷെ കാണാൻ നൈസാണ്. എനിക്ക് തോന്നുന്നത് ആ ടോപ്പ് അവിടെ കണ്ട, ആ ടോപ്പിലേക്ക് എങ്ങനെ പോകാൻ പറ്റും, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? അവിടെ പോയിട്ട് ഇങ്ങനെ നൈസായിട്ടുണ്ടാവും. അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഞാൻ ഇത്രയും സൂം ചെയ്തിട്ട് എടുക്കുന്നത്. ഇത്രയും ദൂരെ നിന്ന് ജസ്റ്റ് ഒരു 2 വരെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ സൂം ചെയ്തുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇത് മേഘാലയയിലുള്ളൊരു വാട്ടർഫാൾ ഉണ്ട്. ആ ഒരു വാട്ടർഫാളിൽ സെയിം അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിനെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ വേറെ വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് എത്രത്തോളം ആഴമുണ്ട് കേട്ടോ. കണ്ടാ, അതവിടെ താഴെ വന്ന് പതിച്ചേക്കുന്നു. അവിടെ പോയി നിൽക്കണം, അപ്പോഴേ അതിനൊരു ത്രില്ലുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ നമ്മൾ ദൂരെ നിന്നിട്ടാണ് കാണുന്നതെന്ന് മാത്രം. ഈ കാണുന്നതാണ് 7 നിറങ്ങളിലുള്ള 7 കളേർഡ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മൗറീഷ്യസിലെ സ്ഥലം. ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന കൺട്രി തന്നെ ആക്ച്വലി ഒരു വോൾക്കാനിക് ദ്വീപാണ് കേട്ടോ. അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ അലുമിനിയം, അയൺ, അതങ്ങനെ എന്തൊക്കെയോ മിക്സായിട്ട് ഈ വോൾക്കാനോ അന്നുണ്ടായ സമയത്ത് അങ്ങനെ നാച്ചുറലി ഉണ്ടായൊരു ഫിനോമിനയാണ് കേട്ടോ ഇത്. ആണിതിൽ പല കളർ കാണാം. 7 കളറിലുണ്ടാവും. ഈ 7 കളറും മിക്സായിട്ടല്ല ആക്ച്വലി കിടക്കുന്നത്. മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്നത് അത് കുറച്ചിങ്ങനെ മിക്സായിട്ട് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുക. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ വ്യൂ കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ഫോട്ടോസിലൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊന്നും ഭയങ്കര കളറാണെന്ന്. പക്ഷെ കളറുണ്ട്, വീഡിയോയിൽ അത്യാവശ്യം കളർ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. കണ്ടോ, ഒരു 7 കളറുണ്ട് ഇവിടെ. അതാണ് 7 കളേർഡ് പേര് വന്ന്. ഒരു ടൈപ്പ് ഓഫ് മണൽ തന്നെയാണത്. ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫാൾ കാണാം. പിന്നെ ഈ ഒരു 7 കളേർഡ് എർത്ത് ഇത് കാണാം. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട്, എന്തായാലും പറയുക, ആമകളുണ്ട്, ടോട്ടോയ്സ് ഒരുപാടുണ്ട്. അതിവിടെ മെയിനാണ്. ലൈക്ക് ഈ രാജ്യത്ത് ഇവിടെ കൂടുതലായിട്ട് അത് കാണാം. അവിടെ ചെറുത് കാണുന്നുണ്ട്, ഇവിടെ വലുത്, നല്ല വലുത് കാണുന്നുണ്ട് കേട്ടോ. വലിയ അമ്മേനെ കണ്ടോ, അത് ചെളിയിലാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു 100-300 വർഷമല്ല അത് ജീവിക്കും.
കണ്ടോ അത് ഓരോ സാധനങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര വലുതാണെന്ന്. അതിൻ്റെ പുറമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മറ്റേ ആനയെ പോലെയുണ്ട്. അതിൻ്റെ പുറം കാണുമ്പോൾ ആന പോലെ തോന്നുന്നുണ്ട്. മൊത്തം മൂടി കെട്ടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. മൗറീഷ്യസിൻ്റെ സുവനീർ എല്ലാം മേടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആമേൻ്റെ സാധനങ്ങളാണ്. ഇവിടെ ഉള്ളതൊക്കെ ചെറുതാണ്, ചെറിയ ആമകളാണ്. അതുകൊണ്ട് അതിനിങ്ങനെ കൂട്ടിലിട്ട് സേവ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. കണ്ടോ കുട്ടി ആമകളാണ്. അവിടെ കുറേ ആമേനെ കാണാം. കേട്ടാ നിരന്ന ആമകൾ തന്നെ കാണുന്നത്. അവിടെ ആ ചെളിയിൽ 2 ആമയുണ്ട്. ഒരെണ്ണം കിടന്നുറങ്ങുന്നു, ചെളിയിൽ കിടന്നുറങ്ങുന്നു. ഒരെണ്ണം ചുമ്മാ ഇരിക്കുന്നു. അല്ല 3 എണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് 3 എണ്ണത്തിനെ കാണാം. എന്താ നമുക്ക് വേണ്ട അവിടെ അതിൻ്റെ തലയൊന്നും കാണാൻ തന്നെ ഇല്ല. വെള്ളത്തിൽ തണുപ്പ് കിട്ടും തോന്നുന്നു. അങ്ങനെ കിടന്നുറങ്ങുന്നേ കാണുന്നത്. ഈ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം കേട്ടോ. 7 കളറും സെപ്പറേറ്റ് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അത് കാണാൻ തന്നെ നൈസാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണേ. പിന്നെ അവിടെയൊക്കെ കണ്ടോ ഫുള്ള് മലയും മൗണ്ടെയ്ൻസൊക്കെയാണ്. ഫുൾ ഫോറസ്റ്റൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ലാവകൾ, ഈ വോൾക്കാനോൻ്റെ ലാവ എല്ലാം കൂടെ ചേർന്നിട്ട് എങ്ങനെ ഉണ്ടായ ഒരു ഫോമായിട്ടുള്ളൊരു നാച്ചുറൽ ഫിനോമിനയാണ് കേട്ടോ ഈ ഒരു 7 കളേഴ്സ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അയണും അലുമിനിയം ഓക്സൈഡൊക്കെ ചേർന്നിട്ട് അയൺ ചേർന്ന കളർ, ഇത് അലുമിനിയം ചേർന്ന കളർ. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമ്മൾ ഇതുവരെ വേറൊരു സ്ഥലത്തും കാണാത്ത, എനിക്ക് തോന്നുന്നു റെയിൻബോ മൗണ്ടെയിൻ പെറുവിൽ പോയപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ കണ്ടിട്ടുള്ളത്. ഓരോ സൈഡിൽ കൂടെ വരുമ്പോഴും ഓരോ കളർ കൂടുതലായിട്ട് കാണാം കേട്ടോ. ഇവിടെ കൂടുതലും പിങ്ക് കളർ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ പാറ പോലെയാണോ മണൽ പോലെയാണോ എന്ന് സംശയം. ഇടയ്ക്ക് സ്ഥലം കാണുമ്പോൾ തോന്നും പാറ പോലെയാണ്, ചില സ്ഥലം കാണുമ്പോൾ തോന്നും മണൽ പോലെയാണ്. ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ അവനറിയാൻ പാടില്ല. അവൻ 1 വർഷം ഇവിടെ നിന്നിട്ട് അവൻ ഇന്നാണ് ഇങ്ങോട്ട് വന്നത്. അത് ഞാനുള്ളതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് ഇതെല്ലാം കാണാൻ വേണ്ടി വന്നത്. യു ആർ സ്റ്റേയിങ് ഹിയർ 1 year and you didn't see this, right? Yeah, it's because of me you came here. Otherwise you don't come. കുറേ സ്ഥലങ്ങളുണ്ട് അതേപോലെ അവന് എവിടെയും പോകാത്ത. ഞാൻ കുറേ വാട്ടർഫാൾസിൻ്റെ പേരൊക്കെ പറഞ്ഞു, അതൊന്നും അവൻ പോയിട്ടില്ല മുന്നേ. അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കണ്ടൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര രസമില്ലേ, ഒരു പർപ്പിൾ വയലറ്റ് കളറിൽ. അതാ പൊട്ടിപ്പോയോ, തിന്നാനുള്ളതാണോ? നമുക്ക് നിറയെ ഉണ്ട് കേട്ടോ. കണ്ടോ അടിപൊളി. ഇറ്റ്സ് എഡിബിൾ. Nah. Never wake up berries. Never wake up berries. Who said? It's look like edible. I want to eat. No. You saw Into the Wild movie? Yeah. He eat everything and he died like 22. Yeah. ഇവിടെ ഓൾറെഡി നമുക്കൊരു ട്രക്കിംഗ് ചെയ്യാനുള്ളൊരു സ്പോട്ട് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഷൂ ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് ദൂരം ഉള്ളിലേക്ക് മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് കിട്ടും. അതന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ വ്യൂ പോയിന്റ് ഒക്കെ കാണാം കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു ആ മലേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ അടിപൊളി വ്യൂ കിട്ടും. നമ്മളിപ്പോൾ ലാമോർണെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, അധികം സണ്ണൊന്നുമില്ല. കുറച്ച് നേരത്തെ നമുക്ക് നല്ല മഴയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ട് അവിടെയൊക്കെ കുറേ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലാണ് ഫുള്ള് വ്യൂ ഉള്ളത്. പിന്നെ ഇത് കൂടെ ഒക്കെ മൗണ്ടെയ്ൻസുമാണ്. ലെമോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. ആ കാണുന്ന ഇത് കണ്ട അത് ലെമോൺ ഹൈക്കിംഗ് ആണ്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. പക്ഷെ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 4 hours എന്തോ വേണം എന്നുള്ളത്. ഇവൻ ഒരു വട്ടം കയറിയിട്ടുണ്ട്, പക്ഷെ അന്ന് ഇവനൊന്നും കാണാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ അടിപൊളി വ്യൂ മുകളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷെ അന്ന് ഇവൻ പോയപ്പോൾ വിൻ്റർ ടൈമായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ക്ലൗഡിയായി, ഒന്നും കാണാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക അണ്ടർ വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ബീച്ചിൽ വെള്ളച്ചാട്ടം പോലെ തോന്നും. അങ്ങനെ തോന്നിയ പക്ഷേ അങ്ങനെ തോന്നുന്ന മാത്രമാണ്, അങ്ങനെ ഒരു ഇല്യൂഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഈസി അല്ല, അത് കുറേ ടൈം എടുത്ത് കയറേണ്ട ഒരു സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട്. ഈവനിങ് ഒരു 4:45 നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ ബീച്ചെല്ലാം കണ്ടോ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ വേവ്സ് എവിടെയാണ് വരുന്നത് അറിയോ? അങ്ങ് ദൂരെ കണ്ട വേവ്സ്, അവിടെ വേവ്സ് കാണാൻ പറ്റും. ബീച്ച് കണ്ടോ, അതായത് അവിടെ വൈറ്റ് വരയിൽ പോകുന്നത്, അവിടെ മാത്രമാണ് ബീച്ച് ആ ഒരു ബീച്ചായിട്ട് ഫീൽ ചെയ്യുള്ളൂ. വേവ്സ് കാര്യങ്ങൾ വരുന്നത്, അല്ലാത്ത സമയത്ത് വേവ്സ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കും. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയൊരു ബീച്ചുണ്ട്, ആ ബീച്ച് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ.
ബീച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ ലോക്കൽ ആൾക്കാരെക്കാൾ കൂടുതൽ കുറച്ച് ടൂറിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര കൂടുതലുള്ളത്. പിന്നെ ഈ ബോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ബീച്ചസാണ്. ബീച്ചസ് ഇഷ്ടമില്ലാത്തവർ വരണ്ട. കംപ്ലീറ്റ് എല്ലാവരും ബീച്ചിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് മൊത്തം. അതായത് ഇതാണ് ഇവിടുത്തെ ലൈഫ്. എന്താ പറയുക, ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ലൈഫും ഒക്കെ. ഈ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഇരിക്കുന്നു, ബീച്ചിൽ റിലാക്സ് ചെയ്യുന്നു, കള്ളുടിക്കുന്നു, ഫുഡ് അടിക്കുന്നു, ഓരോ ഗെയിംസ് കളിക്കുന്നു. അത് തന്നെയാണ് ലോക്കൽ ആൾക്കാരും ടൂറിസ്റ്റുകളും സെയിം ചെയ്യുന്നത്. ഇവിടെ അവൻ ഡ്രസ്സെല്ലാം ഊരിയിട്ട് ചൂടെടുക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഇവർ ഓരോ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുക. അതിന് പോയേക്കണ്ട, ഞാനില്ല എന്ന് പറഞ്ഞ്. ഓൾറെഡി എന്താല്ല ഞാൻ ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല കേട്ടാ. ആരും കളിക്കുന്നൊന്നുമില്ല കേട്ടോ. ആർക്കും കളിക്കാനൊന്നും അറിയില്ല. ഒരു വേറെ ഏതൊക്കെയോ കോൾഡായിട്ടുള്ള കൺട്രീസിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് കളിക്കാനൊന്നും അറിയില്ല. അവൻ പിന്നെ കുറേ ഓഷ്യൻസ് ഉള്ള സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അവന് കുറേ ഗെയിംസ് എല്ലാം ഇങ്ങനത്തെ കളിക്കാറിയാട്ടാ. ഓ വെള്ളത്തിലേക്കാ ബീച്ചിലേക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കളിക്കാൻ കൂടിയിട്ടോ. എൻ്റെ അമ്മോ, ഞാൻ അധികം സെറ്റ് ചെയ്യാത്തതാണ്. പക്ഷെ ഭയങ്കര വെയിലെല്ലാം അടിച്ചിട്ട് ഞാനും സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലേക്ക് ചാടിയില്ല. ഞാൻ ഈ ഡ്രസ്സെല്ലാം ആയിട്ട് പാൻറ്റെല്ലാം ഇട്ടിട്ട് ഞാൻ എങ്ങനെ ചാടും. അവൻ ഷർട്ട് ഊരിയിട്ട് ആ ജീൻസെപ്പാട് അങ്ങനെ വെള്ളത്തിലേക്ക് ചാടിയിട്ടാ. എനിക്കും ചാടാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതായിട്ടില്ല. ഡ്രസ്സില്ലാത്തതുകൊണ്ട് ടാസ്ക്കാണ് വെള്ളത്തിലേക്ക് ചാടൽ. വെയിലടിച്ചിട്ട് നമുക്ക് വേർത്തിട്ട് എൻ്റെ മുഖമെല്ലാം എന്തോ ആയിട്ടുണ്ട്. ഫുള്ള് ഒരുമാതിരി കളറായിട്ടുണ്ട്, ഡാർക്ക് ഫേസ് ആയിട്ടുണ്ട് കേട്ടാ. ഒടുക്കത്തെ ചൂട്. വെള്ളത്തിലെല്ലാം ചാടി വന്നിട്ട് നോക്ക് മുഖമെല്ലാം ചുമന്നിരിക്കുന്നു. Show me your face. It's pink. So hot. Yeah. വെള്ളത്തിൽ ഇത്ര നേരം കുത്തി പറയായിരുന്നു. കാരണം ഇവിടെ കുറെ ഇവൻ നല്ലപോലെ കളിക്കുന്നുണ്ടായി. ഇവൻ അറിയായിരുന്നു കളിക്കാൻ. അതുകൊണ്ട് നല്ലപോലെ കളിക്കുന്നുണ്ടായിട്ടാ. ഇതൊക്കെ നമ്മളെ ടീം മെമ്പേഴ്സ്. അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഞാൻ ദേ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.